കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നുണ്ണി കണ്ണൻ നല്ല സന്തോഷത്തിലാണ്. പൊന്നു ഗുരുവായൂരപ്പൻ ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ കാലുമല്ലതാ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. കസവിന്റെ പട്ടിങ്ങനെ ഒട്ടിച്ച് മഞ്ഞ കളപത്തിന് മുളങ്ങനെ പട്ട് ഒട്ടിച്ച് കാരണം മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്ത പോലെ തോന്നും കണ്ടത്. അങ്ങനെ പാളസാർ പോലെ കൊടുത്തിട്ടുണ്ട്. അരയിലേക്ക് ഇങ്ങനെ കാണാനുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല, രണ്ടിന്റെ നടുവിൽ ഒരു സ്വർണ്ണ ഗോപി തിലകം. കൈവളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇന്ന് 4 കൈകളോടുകൂടി ചതുർബാഹുവായിട്ടാണ് നാരായണനായിട്ടാ ശ്രീലകത്ത് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ നിൽക്കണം കേട്ടോ. എന്തൊരു കൗതുകം അറിയോ കാണാൻ. ചതുർബാഹുവായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു കാണാൻ നല്ല കൗതുക, നല്ല സന്തോഷം തോന്നും നമുക്ക് കാണാൻ. ഗുരുവായൂരപ്പനായിട്ട് തന്നെയാണ് നിൽക്കണത് നാരായണ. ശംഖും ചക്രം സ്വർണത്തിന്റെ കൊടുത്തിട്ടുണ്ട്. ഗത ചന്ദനം കൊണ്ട് ചാർത്തിരിക്കുകയാണ്. പത്മം ഒരു സ്വർണത്തിന്റെ താമരപ്പൂ പോലത്തെ ഒരു സ്വർണ്ണപ്പൂവ് വെച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശംഖചക്ര ഗതാപത്മത്തോടു കൂടി നമ്മുടെ പൊന്നുണ്ണി കാണാൻ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ നാരായണനായിട്ട് അന്ന് ശ്രീലകത്ത് നല്ല ഭംഗിയായിട്ടാണ് വിളങ്ങണത് കേട്ടോ. നല്ല സന്തോഷവും അകത്തേക്ക് നോക്കിയാൽ അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കണത്. അങ്ങനെ നാരായണനായിട്ട് നിൽക്കണം ആ പൊന്നുണ്ണി. നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ആ രൂപം കാണാൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം. എന്താ മന്ദഹാസം! നല്ല സന്തോഷത്തോടു കൂടി ഭക്തന്മാരൊക്കെ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കണം പൊന്നു ഗുരുവായൂരപ്പൻ ശ്രീലകത്തെ. അങ്ങനെ നാരായണനായിട്ട് നിൽക്കണം ആ പൊന്നുണ്ണി കണ്ണൻ്റെ രൂപം നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നും കിരീടത്തിൻ്റെ മുകളിലതാ വെളുത്ത അന്ത്യാരവട്ടത്തിൻ്റെ ഒരു തിരുമുടിമാല അത്രയേ ഉള്ളൂ. അതുപോലെ കഴുത്തിന് നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ. ഒന്ന് വനമാല, തെച്ചിയും തുളസിയായിട്ടുള്ള ഒരു വനമാല, മറ്റേത് എങ്ങനത്തെ താമരയും തുളസിയായിട്ടുള്ളതൊന്ന്. അങ്ങനെ 2 ഉണ്ടമാലകളും ഒരു തിരുമുടിമാലകളും ചാർത്തിരിക്കണത്. അങ്ങനെ ചതുർബാഹുവായിട്ട് നാരായണനായിട്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഭക്തന്മാരുടെ കൂടെയാണ് പൊന്നുണ്ണി കണ്ണൻ ഗുരുവായൂരപ്പൻ അല്ലേ. അങ്ങനെ നിൽക്കണം. അത്ര അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് നിൽക്കണത്. മനസ്സിൽ വിചാരിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. ആ രൂപം അങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞു വരും. തെളിയും തോറും നമുക്ക് സന്തോഷമല്ലേ മനസ്സിനും എല്ലാം. അതുപോലെ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ട് കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്രമായിട്ട് 4 ഒരു താമര തുളസിയായിട്ട് ഒരെണ്ണം, അങ്ങനെ 5 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ആ ശ്രീലകത്തേക്ക് നോക്കിയാൽ പൊന്നു ഗുരുവായൂരപ്പൻ ആ തിളങ്ങി വിളങ്ങി നിൽക്കണോ ശ്രീലകത്ത്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നാരായണീയം ദശകം 100 ശ്ലോകം 7 മലയാള വിവർത്തനം. നിന്മയേന്തും കുറിക്കൂട്ടതു സകല ജനാകർഷം ഗന്ധപൂർണം സർവബ്രഹ്മാണ്ടലീനം കൃശ മതിശയമേ നിന്നരക്കെട്ടു പാർത്താൽ നീലക്കല്ലേന്തിടും നൽകനകമൊടു സമം പീതവസ്ത്രം ധരിച്ചും ധ്യാനിച്ചിടുനടാം തിളങ്ങും തവയരമണിയും കെങ്ങിണി ദ്വന്ദ്വവും ഞാൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ശ്രീലകത്തത മഹാപ്രഭു നാരായണനായിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് ആ നാരായണ രൂപം മനസ്സിൽ നിറയെ വിചാരിച്ചിട്ട് ആ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക. ആ കണ്ണനെ നമുക്ക് ആശ്രയമുള്ളൂ, ആ ഗുരുവായൂരപ്പനെ നമുക്ക് ആശ്രയമുള്ളൂ, ആ നാരായണനെ നമുക്ക് ആശ്രയമുള്ളൂ എന്ന് ഉറപ്പോടുകൂടി ആ തൃപ്പാദം മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. ആ നിന്തിരുവടി നമ്മൾ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് ആ ശ്രീലകത്ത് നിൽക്കണത് കേട്ടോ. ജപിക്കല്ലേ നാമം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട്. നാരായണ 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 ഹരേ ഹരേ.